ആരിഫ്ലെക്സിൻ്റെ ഇതിനു മുമ്പുള്ള ഫിലിം ക്യാമറകളെല്ലാം നമ്മൾ കണ്ടു. ഇത് ആരിഫ്ലെക്സിൻ്റെ പുതിയ ഒരു ഡിജിറ്റൽ ക്യാമറയാണ്. ഡിജിറ്റൽ ക്യാമറ, ഇതിൻ്റെ പേര് ആരിഫ്ലെക്സ് D21 എന്നാണ്. ഈ ക്യാമറയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ടു ഫിലിമിലേക്കാണ്, സാധാരണ മൂവി ക്യാമറ ഫിലിമിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, വിഷ്വൽസ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഹാർഡ് ഡിസ്കിലേക്കാണ് വിഷ്വൽസ് റെക്കോർഡാവുന്നത്. ഈ ക്യാമറയുടെ ഒരു പ്രധാന പ്രത്യേകത, സാധാരണ ഡിജിറ്റൽ ക്യാമറകൾക്ക് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് ഉണ്ടാവുക. ഇത് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ്. ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ ആരിഫ്ലെക്സ് കമ്പനി ഇതിന് വേണ്ടിയിട്ട് സാധാരണ മൂവി ക്യാമറയിലുള്ള വ്യൂ ഫൈൻഡർ ശീലിച്ചിട്ടുള്ള ക്യാമറാമാൻമാർക്ക് വേണ്ടി ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ ഡിസൈൻ ചെയ്തു. ആദ്യമായിട്ട് ഈ ക്യാമറയിലാണ്, ഡിജിറ്റൽ ക്യാമറയിൽ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ വരുന്നത്. ഇതിൻ്റെ ഷട്ടറിൻ്റെ പ്രത്യേകത, മിറർ ഷട്ടറുള്ള ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറയും ഇതാണ്, ആരിഫ്ലെക്സ് D21. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, സാധാരണ ഗതിയിൽ ഇപ്പോൾ സിനിമാസ്കോപ്പ് ആയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ സാധാരണ 35-ൻ്റെ ഫ്രെയിം ക്രോപ്പ് ചെയ്തിട്ടാണ് സിനിമാസ്കോപ്പ് ആവുക. ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത, ഇത് 200 ASA ആണ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 200 ASA വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ശേഷമുള്ള ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, അത് ആരി അലക്സ എന്ന് പറയുന്ന മോഡലാണ്. അതിൽ 800 ASA വരെ ഉണ്ട്, പക്ഷേ ഇതിൽ 200 ASA ഉള്ളൂ. ഇതിൽ ഈ ഹാർഡ് ഡിസ്കിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് 10 മിനിറ്റ് നേരമാണ്, 10 മിനിറ്റാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ടേപ്പിലേക്ക് ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വേണം വീണ്ടും ഷൂട്ട് ചെയ്യാൻ. പുതിയ ഡിജിറ്റൽ ക്യാമറയിൽ ആരി അലക്സയിൽ ആ ഡിസഡ്വാൻറ്റേജിനെ മറികടന്നിട്ടുണ്ട്. അത് 28 മിനിറ്റ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാം. ഇതിൽ 10 മിനിറ്റ്സ് ആണ് പറ്റുക. പിന്നെ ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിൽ വിഷ്വലാണ് റെക്കോർഡ് ചെയ്യുന്നത്, സൗണ്ട് ഉണ്ടാവില്ല. ആരി അലക്സയിൽ അത് വിത്ത് സൗണ്ടാണ് റെക്കോർഡാവുന്നത്. ഫിലിം ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത് 16 സ്റ്റോപ്സാണ് എക്സ്പോഷർ കിട്ടുന്നത്. ഈ ക്യാമറയിൽ അത് 10 സ്റ്റോപ്സ് എക്സ്പോഷർ കിട്ടും, 10 സ്റ്റോപ്സ് കിട്ടും. 10 സ്റ്റോപ്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഫിലിമിൻ്റെ വളരെ അടുത്ത് ക്വാളിറ്റിയിലേക്ക് എത്തിയെന്നാണ് അർത്ഥം. സന്തോഷ് ശിവൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന, പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിക്കുന്ന ഉറുമി എന്ന് പറയുന്ന സിനിമ ഈ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമറയിൽ ഉള്ള അലക്സയിലും ഉള്ള ഒരു കാര്യം, 60 ഫ്രെയിംസ് വരെ നമ്മൾ ഹൈ സ്പീഡ് എന്നാണ് അതിന് പറയുക. ഹൈ സ്പീഡ് എന്ന് പറയുന്നത് സെക്കൻഡിൽ 60 ഫ്രെയിംസ് വരെ ഇതിൽ പോവും. അത് നമ്മൾ സ്ലോ മോഷൻ എന്ന് നമ്മൾ സാധാരണക്കാർ പറയുന്ന സ്ലോ മോഷൻ എന്ന് പറയുന്നത്, നോർമൽ മോഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 24 ഫ്രെയിംസ് പോകുമ്പോൾ അത് 60 ഫ്രെയിംസ് വരെ ആക്കാൻ പറ്റും ഇതിൽ. അപ്പോൾ 60 ഫ്രെയിംസ് ആക്കുമ്പോൾ നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് എല്ലാം സ്ലോ ആയിട്ട്, അതാണ് സിനിമയിൽ സുരേഷ് ഗോപിയും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കുന്നത് അങ്ങനെയാണ്. ഈ അടുത്ത 2 മാസം മുൻപ് നടന്ന തമിഴ് ചെമ്മൊഴി മാനാട് എന്ന് പറയുന്ന തമിഴ് ഭാഷയുടെ ഒരു വലിയ കൂട്ടായ്മ തമിഴ്നാട്ടിൽ നടന്നു. അതിനു വേണ്ടിയിട്ട് ഈ D21 എന്ന ക്യാമറ, 2 ക്യാമറകൾ ഓൾ ഓവർ തമിഴ്നാട് ഹെലികോപ്റ്ററിൽ ഈ ക്യാമറകൾ കൊണ്ട് ഷൂട്ട് ചെയ്തു. ഇത് ആരി അലക്സ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡിജിറ്റൽ ക്യാമറയാണ്. ഏഷ്യയിൽ 2 എണ്ണേ ഉള്ളൂ, ഒന്ന് ഇവിടെയും ഒന്ന് ഹൈദരാബാദിലാണ്. ഈ ക്യാമറയിൽ ഈ കാണുന്ന മോണിറ്ററിൽ നമ്മൾ എന്താണോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ തിയേറ്ററിൽ കാണുന്ന ക്വാളിറ്റിയിൽ ഇതിൽ നമുക്ക് കാണാം. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ക്യാമറാമാന് വളരെ പെർഫെക്റ്റ് ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും. ഈ ക്യാമറ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സിനിമ ഷൂട്ടിംഗ് കാണുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്യാമറാമാൻ്റെ അസോസിയേറ്റ് ക്യാമറാമാൻ കയ്യിലൊരു ലൈറ്റ് മെഷറിങ് മീറ്ററുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അത് അവിടെ ഉള്ള ലൈറ്റിൻ്റെ അളവ് എടുക്കുന്നതിനുള്ള എക്യുപ്മെൻ്റാണ്. അതിൽ അവർ കൗണ്ട് ചെയ്യുന്ന, മെഷർ ചെയ്യുന്ന ലൈറ്റിനനുസരിച്ചാണ് എക്സ്പോഷർ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൽ ആ എക്സ്പോഷർ ക്യാമറയിൽ തന്നെ ക്യാമറാമാന് അറിയാനുള്ള സൗകര്യമുണ്ട്. നൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ നിങ്ങൾ സിനിമയിൽ കാണുന്ന നൈറ്റ് സീനുകൾ രാത്രി അതുപോലെ പോയിട്ട് ഷൂട്ട് ചെയ്യല്ല, അത് ലൈറ്റപ്പ് ചെയ്തിട്ടാണ് ആ നൈറ്റ് ഉണ്ടാക്കുന്നത്. ഒരു സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റിൽ
ഈ ക്യാമറയിൽ നമുക്ക് ഡയറക്റ്റ് വിത്തൗട്ട് ലൈറ്റിംഗ് നമുക്ക് ഷൂട്ട് ചെയ്യാം. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഷൂട്ട് ചെയ്യാം, ഒരു കാൻഡിൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാം. അതിനനുസരിച്ച് എക്സ്പോഷർ മാറ്റാനും കാര്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യമുണ്ട് ഈ ക്യാമറയിൽ. ഇതിൻ്റെ വ്യൂ ഫൈൻഡർ ഉണ്ടോ, ഇത് തന്നെ ഒരു സ്പെഷ്യലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു എന്താ പറയേണ്ട, ഒരു ഭയങ്കര ഒരു മെക്കാനിക്കൽ സാധാരണ വ്യൂ ഫൈൻഡർ എന്ന് പറഞ്ഞാൽ വലിയ ഒരു പൈപ്പ് പോലെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഇത് വളരെ ക്യൂട്ടാണ്, വളരെ സ്ലീക്കാണ്. ഈ ക്യാമറയുടെ ഈ വ്യൂ ഫൈൻഡറിൻ്റെ പ്രത്യേകത, ആദ്യത്തെ ക്യാമറ ആരിഫ്ലെക്സിൻ്റെ ആദ്യത്തെ ആരി 2 എന്ന് പറയുന്ന ക്യാമറയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാമറ എവിടെ വെച്ചോ ആ വ്യൂ ഫൈൻഡർ ഒന്നും ചെയ്യാൻ പറ്റില്ല. താറയിൽ ഒരു ലോ ആംഗിൾ ഷോട്ട്, ഒരു ഫ്ലാറ്റ് ബേസിൽ ഒരു ക്യാമറ വെച്ചാൽ ക്യാമറാമാൻ കമന്ന് കിടന്നിട്ട് വേണം ആ വ്യൂ ഫൈൻഡറിലേക്ക് നോക്കാൻ. ആ കാലം മാറി. പിന്നീട് ആരി 3 വന്നു കഴിഞ്ഞപ്പോൾ ഈ വ്യൂ ഫൈൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് സൗകര്യം എന്ന് പറയുന്നത് ഇത് ഊരി കയ്യിലെടുക്കാം. ഇതാണ്, ഇങ്ങനെ കയ്യിലേക്ക് എടുക്കാം. അപ്പോൾ ക്യാമറാമാൻ കുനിയുകയോ നടു നിവർത്തുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മറ്റേ ആരി 3 ആണെങ്കിൽ പോലും ഇപ്പോൾ താഴെ ക്യാമറ വയ്ക്കുകയാണെങ്കിൽ ബെൻഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെ നോക്കാൻ. ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ചെയർ ഇട്ടിട്ട് ക്യാമറാമാൻ ഇരുന്നിട്ട് ഇതിലൂടെ ഫ്രെയിം കാണാൻ പറ്റും. ഈ കാണുന്നത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറാമാൻ്റെ അസിസ്റ്റൻ്റ് എടുക്കുന്ന എക്സ്പോഷർ മീറ്ററിൽ എടുക്കുന്ന റീഡിങ് ക്യാമറാമാന് തന്നെ ക്യാമറയിൽ ചെയ്യാം. അതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് എക്സ്പോഷർ. അപ്പോൾ ഈ മീറ്റർ റീഡിങ് അത്തരം കാര്യങ്ങളൊന്നുമില്ല. അത് പകൽ തന്നെ നൈറ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് ഡേ ഫോർ നൈറ്റ് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ പകലുള്ള ഫ്രെയിമാണ്, ഇത് നൈറ്റ് എഫക്റ്റ് ക്യാമറയിൽ തന്നെ ആക്കിയിരിക്കുക. ഇത് തന്നെ വാം ടോൺ. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ദളപതിയൊക്കെ കണ്ടിട്ടുള്ളൊരു ടോൺ ഉണ്ട്. ദളപതി എന്ന് പറഞ്ഞ സിനിമ സന്തോഷ് ശിവൻ ഷൂട്ട് ചെയ്ത് വാം ടോണിലായിരുന്നു. ആ വാം ടോൺ ഇതിപ്പോൾ ക്യാമറയിൽ ചെയ്യാം. ഇപ്പോൾ ഈ ആരി അലക്സയുടെ റിസൾട്ടും 35mm ക്യാമറയിൽ ഈസ്റ്റ്മാൻ കൊഡാക്കിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള റിസൾട്ടും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസം തോന്നത്തില്ല. ഈ അടുത്ത കാലത്ത് ഒരു 2 മാസം മുമ്പ് സിനിമാറ്റോഗ്രാഫേഴ്സ് കമ്പനിയും പിന്നെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സും കൂടെ ചേർന്നിട്ട് ഈ ഡിജിറ്റൽ ക്യാമറകളുടെ ഒരു ടെസ്റ്റ്, അത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഹോളിവുഡിൽ നടത്തിയ ടെസ്റ്റാണ്. അവരും അവരുടെ പിന്നെ ASC മെമ്പേഴ്സും അമേരിക്കൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കൂടെ ചേർന്നിട്ട് അമേരിക്കയിൽ കണ്ടക്ട് ചെയ്ത ഒരു ടെസ്റ്റാണ്. ഏതാണ്ട് 10ഓളം ക്യാമറകൾ പിന്നെ അവർ ഒരേ സമയം പിന്നെ ഒരു പർട്ടിക്കുലറായിട്ട് എക്സ്ട്രീംസിലേക്ക് ക്യാമറ അതിൻ്റെ ഇമേജ് ക്യാപ്ചറിങ് ക്വാളിറ്റിയെ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിരവധി ഷോട്ടുകൾ ഈ എല്ലാ ക്യാമറകളും ഒരേ സമയം വെച്ചിട്ട് ഒരേ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് പ്രൊജക്റ്റ് ചെയ്ത് നമ്മളെ കാണിച്ചിരുന്നു. ആരി അലക്സ ഉപയോഗിച്ച് ആദ്യം ചിത്രീകരിച്ച സിനിമ റോളണ്ട് എൻട്രിക്കിൻ്റെ അനോണിമസ് ആണ്. മാർട്ടിൻ സ്കോർസെസിയുടെ ദ ഇൻവേഷൻ ഓഫ് ഹ്യൂഗോ കോബർട്ട്, പോൾ ആൻഡേഴ്സന്റെ 3 മസ്കറ്റീസ് എന്നീ ചിത്രങ്ങൾ അലക്സ കൊണ്ടാണ് ചിത്രീകരിച്ചത്. ഈ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫിലിമിലല്ല റെക്കോർഡാവുന്നത്. ഇതിൽ റെക്കോർഡാവുന്നത് ഒരു ഡിസ്കിലാണ്. 32 GB അല്ലേ, 32 GB ഉള്ള ഒരു കാർഡിലാണ് ഇത് റെക്കോർഡാവുന്നത്. ഒന്ന് ഓപ്പൺ பண்ணி ഷൂട്ട് ചെയ്യുന്ന വിഷ്വലുകൾ ഈ കാർഡിലേക്കാണ് കയറുന്നത്. ഇത് സോണി 32 GB കാർഡാണ്. ഈ കാർഡിൽ 14 മിനിറ്റ് തുടർച്ചയായിട്ട് ഷൂട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 14 മിനിറ്റ് റെക്കോർഡ് ചെയ്യാം. ഇതിൽ ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്. ഇങ്ങനെ 2 കാർഡുകളുണ്ട്. ഈ 2 കാർഡുകൾ ഉള്ളതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 മിനിറ്റ് തുടർച്ചയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. 28 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാം. ഒരു കാർഡ് 14 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെക്കൻഡ് കാർഡിലേക്ക് സ്വിച്ച് ഓവർ ആവും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ചെയ്യാതെ തുടർച്ചയായിട്ട് 28 മിനിറ്റ് ഷൂട്ട് ചെയ്യാം. പണ്ട് നമുക്ക് 400 ഫീറ്റുള്ള ഒരു ക്യാൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 400 അടി ലെങ്ത്തിൽ കൂടുതലുള്ള ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഉള്ള എക്സ്പോഷർ കട്ട് ചെയ്യാത്ത അവസ്ഥയിലുള്ള വിഷ്വലാണ്.
ഇത് എക്സ്പോഷർ ക്യാമറാമാൻ ഈ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് F3 എന്ന് പറയുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. മനസ്സിലായോ? ഈ ലെൻസിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്ര അടുത്ത് ഏതാണ്ട് 4 അടി, ക്യാമറയുടെ 4 അടി അടുത്താണ് ഞാൻ നിന്നത്. 4 അടി അടുത്ത് വരെ ഇതിന് ഫോക്കസ് ഉണ്ട്. ഇത്രയും ഷാർപ്പായിട്ട്, ഇത്രയും ക്ലോസറായിട്ട് ആ കണ്ണിൽ നിന്ന് എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു റേഞ്ചിലേക്ക് വരാൻ പറ്റി. ഈ ലെൻസിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പേര് ഒപ്റ്റിമോ 12X എന്നാണ് ഈ ലെൻസിൻ്റെ പേര്. ഈ ലെൻസിൻ്റെ പ്രത്യേകത 2.8 വരെ എക്സ്പോഷർ ഉണ്ട്. അതായത് വളരെ ലോ ലൈറ്റിലും ഈ ലെൻസ് വർക്ക് ചെയ്യും. മാക്സിമം 22 ആണ്, 22 വരെ കട്ട് ചെയ്യാം. ഈ ലെൻസിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 24 തൊട്ട് 290 വരെ റേഞ്ച് ഉണ്ട്. 24 ലെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും, ഏറ്റവും നല്ല 20 വൈഡൊക്കെ ഉണ്ട്. പക്ഷെ 24 നമ്മൾ സാധാരണ പാട്ടുകളിലൊക്കെ പറഞ്ഞാൽ ഈ നായകൻ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത്രയും വൈഡായിട്ട് കാണുന്ന ചില ഷോട്ടുകളൊക്കെ എടുക്കുന്നത് ആ 24 ലെൻസിൻ്റെ പ്രത്യേകതയാണ്. ഏഴാം അറിവ് എന്ന് പറയുന്ന മുരുകദാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിം ഒക്കെ ഈ ക്യാമറയിൽ ഈ ലെൻസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. HR സൂം എന്ന് പറയുന്ന സൂമാണ് ഇതിന് മുൻപ് ഉണ്ടായിരുന്നത്. HR സൂം 25 തൊട്ട് 250 വരെ ആയിരുന്നു അതിൻ്റെ റേഞ്ച്. അത് വെയിറ്റ് കമ്മിയാണ് അതൊക്കെ. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ ഇതിൻ്റെ അകത്തെ ലെൻസുകളും നല്ല ക്വാളിറ്റി ലെൻസുകളുടെ ക്വാളിറ്റിയാണ് ഈ വെയിറ്റ് കൂടുതൽ സ്പെഷ്യാലിറ്റി ആയിട്ട് അവർ പറയാൻ കാരണം. 5 kg ഉണ്ട് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ലെൻസ് അത്രയും ക്വാളിറ്റി ഉള്ളതാണെന്നാണ് അർത്ഥം. പഴശ്ശിരാജ, പോക്കിരി രാജ ഒക്കെ ഈ ഒപ്റ്റിമ ലെൻസ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ലെൻസ്.